CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പരാതി ചോർച്ച വിവാദം. പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതി രേഖ ആയതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് പങ്കുണ്ടെന്നാണ് ആരോപണം. കത്ത് ചോർന്നതിനെതിരെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഫർഷാദ് പരാതി നൽകി. CPMന്റെ വിവിധ നേതാക്കൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു എന്നതടക്കമുള്ള ആരോപണങ്ങളും പരാതിയിലുണ്ട്. മധുര പാർട്ടി കോൺഗ്രസിൽ UK-യിൽ നിന്നുള്ള പ്രതിനിധിയായി വന്ന രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ചെന്നൈയിൽ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദാണ് PBക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി. ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതോടെ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ സമർപ്പിച്ച രേഖയ്ക്കൊപ്പം തനിക്കെതിരെ CPM നേതൃത്വത്തിന് കിട്ടിയ പരാതിയും രാജേഷ് കൃഷ്ണ ഭാഗമാക്കി. ഈ രേഖ പുറത്തുവന്നതിന് പിന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമിന് ബന്ധമുണ്ടെന്ന ആരോപണമാണ് ചെന്നൈ വ്യവസായി ഉന്നയിക്കുന്നത്. ഇക്കാര്യം സൂചിപ്പിച്ച് ഈ മാസം 12-ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഷർഷാദ് പരാതി നൽകി. ശ്യാമിന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ചെയ്തു പോയതായിരിക്കും. കാരണം ശ്യാമിന്റെ പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഭീഷണിയുടെ സ്വരാണ്. അപ്പം അതിൽ ചിലപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തോളം എന്താ പറയുക, സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തെന്ന് വരുമല്ലോ. പാർട്ടിക്ക് നൽകിയ കത്ത് എങ്ങനെ മാനനഷ്ട കേസിൽ തെളിവായി എന്ന ചോദ്യമാണ് CPM നേതാക്കളിൽ ഉയരുന്നത്. CPMന്റെ മുൻ മന്ത്രിമാർക്കെതിരെയും നിലവിലെ മന്ത്രിമാർക്കെതിരെയും പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ ആരോപണങ്ങളുണ്ട്. രാജേഷ് കൃഷ്ണ ഇവർക്കെല്ലാം പലതരത്തിൽ പണം നൽകിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. മീഡിയ 1, തിരുവനന്തപുരം.